നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഈ പെൺകുട്ടിനോട്. ഇവക്കും തോന്നുകയാണ് ഐഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറച്ചിലാണ്. ഐഫോൺ ഒരു റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് കാണുന്ന കുടുംബക്കാർ, അയൽവക്കത്തെ താത്ത വരെ വന്ന് പാളി നോക്കി ചോദിക്കുക, ഐഫോൺ കിട്ടിയ മോളെ, ആപ്പിൾ ആണോ ഫോണ് എന്ന്. എന്താ ഇതൊക്കെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കന് ഐഫോണിനേക്കാൾ വലുതാണ് അവന്റെ മഹർ വാങ്ങുന്ന ആ എമൗണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഐഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഏകദേശം 2 പവന്റെ അടുത്ത് വേണം. ഈ പെൺകുട്ടിക്ക് ഐഫോൺ കിട്ടൽ നിർബന്ധം. കാരണം അവളുടെ സർക്കിളിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഐഫോൺ ഉണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് യൂസ് ചെയ്ത ഐഫോൺ ചിലപ്പോൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ EMI ഇട്ടിട്ടോ ഐഫോൺ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഐഫോൺ റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളും കുടുംബക്കാരും ഉണ്ട്. ഐഫോൺ കൊടുക്കാത്ത മരുമോനാണെന്നുണ്ടെങ്കിൽ ആ മരുമോൻ എന്തോ സാമ്പത്തികമായിട്ട് കുറച്ച് കുറഞ്ഞവനാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഐഫോൺ ആയാലും കാർ ആയാലും അതൊന്നും റെപ്യൂട്ടേഷന്റെ ഭാഗമല്ല. ഒരാളുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിക്ക് അനുസരിച്ച് അയാൾ മുന്നിലേക്ക് പോകുന്ന ജീവിതത്തിൽ അതെല്ലാം ആഡ് ചെയ്യും. ചിലപ്പോൾ ഈ ഭാര്യക്ക് അടുത്ത വർഷം ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ അയാൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നുള്ള അവസരം കൊടുക്കുന്നില്ല. നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് കിട്ടണം? ഐഫോൺ കിട്ടണം. ഐഫോൺ ഇല്ലേ ആ മരുവൻ പിന്നെ ഒരു പോരാത്തവനാണ് ആ വീട്ടുകാർക്ക്, അങ്ങനെ ഒരു തോന്നല്. ഈ പെണ്ണിനോ ആ ചെക്കൻ അത്ര ഒന്നും പോരാ എന്നൊരു തോന്നല്. അയൽവക്കത്തുള്ളവരോടൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം? ഐഫോൺ വേണം. ഐഫോണ് നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഒരു റെപ്യൂട്ടേഷൻ മാത്രമായി കാണുന്നുണ്ട്. ഐഫോണൊക്കെ കിട്ടും, ഇതൊരൊറ്റ ദിവസം കൊണ്ട് തീർന്നതല്ലല്ലോ. നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെ ഡേകളുണ്ട്. വാലന്റൈൻസ് ഡേ ഉണ്ട്,